ആദിലിനെ വിളിച്ചതിനറിയോ? ആദിലുണ്ടല്ലോ ഡൽഹിയിലായിരുന്നേ. അപ്പൊ ഒരു കുഞ്ഞാവ ഉണ്ടായപ്പോ ഇങ്ങോട്ട് വന്നതാ. ഇതേ വന്നപ്പോ ഒരു കൂട്ടുകാരനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ പുറകില് ദാ പഞ്ചാബിൽ നിന്നുള്ള നമ്മളെ 2 സുഹൃത്തുക്കൾ. അവര് കന്യാകുമാരിയിലേക്ക് പോയതാണ് സൈക്കിളിൽ. പഞ്ചാബിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് സൈക്കിൾ യാത്ര ചെയ്തു. അതിനുശേഷം സൈക്കിളൊക്കെ പാക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് കയറാൻ വന്ന. പക്ഷെ അവർക്ക് കഥകളി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇത് വന്നതാ. അപ്പൊ അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കരുതാണ്. ഓക്കെ, അപ്പൊ ഓവർ ടു യു. ആദിൽ അവരോട് സംസാരിക്കട്ടെ. आपका त्योहार बहुत अच्छा है, बड़ा प्रोग्राम है, काफ़ी बड़ा है. बट पंजाब में भी ऐसा होता है, इससे बड़ा रहता है. बट ये यहाँ पे स्टूडेंट्स हैं, जैसे आपका ये कल्चर वाला प्रोग्राम है, कथकली है या और भी है. हम तो वैसे अभी आया, हम देखेंगे. और कथकली देखना चाहते हैं? हाँ बिल्कुल बिल्कुल, कथकली देख लें. स्पेशल हम होटल से आए, किसी को पूछा बोलते हैं कि यहाँ पे सेंट्रल स्टेडियम है, वहाँ पे बड़ा प्रोग्राम हो रहा है कोई, तो इसलिए हम खुश है. हाँ बिल्कुल खुश हैं, बहुत अच्छा लगा. क्या काम करता है? मैं वैसे मैकेनिकल इंजीनियर हूँ. आपको पसंद लिया सारे मनोरंजन आइटम्स? हाँ बिल्कुल बहुत अच्छा है. पंजाबिലും ഇതുപോലത്തെ പരിപാടി ഉണ്ടെന്നാ പറയുന്നത്. इतने बड़ा है प्रोग्राम त्योहार पंजाब में, इससे बड़ा रहता है. हाँ, स्टूडेंट लेवल पे इससे बड़ा रहता है. बट ये भी अच्छा है, ऐसा नहीं है कि ये वो है, ये भी अच्छा है. एक डांस कर सकते हैं? अरे नहीं ऐसा नहीं, वो फिर थोड़ा वो हो जाए. हाँ चलो कोई नहीं, कोई वन स्टेप चलो, 2 स्टेप चलो. चलो हाँ नहीं बस बहुत है. റോഷ്നിയുടെ ഒരു പഞ്ചാബി ഡാൻസ്, ഞങ്ങളുടെ പഞ്ചാബി ഡാൻസർ ഉണ്ട്. റെഡി ബോലോ താരാരാ. ഇത് എഞ്ചിനീയർ ആണ്, ഇത് കർഷകനാണ്, ഇതൊരു കർഷകനാണ്. ഓ, പഞ്ചാബിലെ കർഷകനാണ് നമുക്കൊപ്പം എത്തിയിരിക്കുന്നത്. ഏതായാലും അവരിത് കാണാമെന്ന് വലിയ സന്തോഷം. ഇങ്ങനെ അതെ, നമ്മുടെ കലകൾ അത്രയും പേരെ ആകർഷിക്കുന്നു. പഞ്ചാബിലേക്ക് വരെ എത്തി റോഷ്നി. അപ്പൊ നമുക്കിനി മുന്നോട്ട് പോവല്ലേ? വീണ്ടും സർപ്രൈസ്.